ഹല്ലേലൂയ, സ്തോത്രം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരന്മാരെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്, ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഒരാലോചന എൻ്റെ ഹൃദയത്തിന് ദൈവം തന്നു. ആ ആലോചന നിങ്ങളുമായിട്ട് പങ്കിടാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ വന്നത്. വേറൊന്നുമല്ല, ദൈവം ആലോചന എന്നോട് പറയുകയാണ്, നീതി എന്ന കവചം ധരിക്കുക. പ്രിയ സഹോദരന്മാരെ, നീതി എന്ന കവചം നമ്മൾ ധരിക്കുക എന്ന് പറയുമ്പോൾ എന്തിനെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ദൈവം പറയുന്നത്? നീതി എന്ന കവചം ധരിക്കണം. നീതിയോടുകൂടെയുള്ള ജീവിതം നമ്മൾ ജീവിക്കണം എന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് യേശു കർത്താവ് പറയും, നീതി എന്ന കവചം നിങ്ങൾ ധരിച്ചു കൊള്ളണം. പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിന് 4:24 ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളണം. അപ്പൊ ദൈവത്തിന്റെ ഛായയിലെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. പുതുമനുഷ്യനാക്കി ദൈവം നമ്മളെ മാറ്റിയിരിക്കുകയാണ്. പ്രിയ സഹോദരന്മാർ, 2015 വരെ ഞാൻ പഴയ മനുഷ്യനായിരുന്നു. ഞാൻ വിളിച്ചു പറയും എല്ലാവരോടും, പഴയ മനുഷ്യനായിരുന്നു. പക്ഷെ ഇന്ന് ആ സത്യം എന്താണെന്ന് മനസ്സിലായപ്പോൾ, അതിന്റെ ഫലം എന്നിലേക്ക് കായ്ക്കാൻ തുടങ്ങിയപ്പോൾ, ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായെന്നായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്നു, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരമായി സൃഷ്ടിക്കപ്പെട്ട, ദൈവാനുരമായ ദൈവം നമ്മൾ സൃഷ്ടിക്കപ്പെട്ട. അപ്പോൾ പുതിയ മനുഷ്യനെ ധരിക്കണം. നമ്മൾ പഴയതിനെ മാറ്റിക്കൊണ്ട് 2015 പഴയതിൽ കിടന്ന് എന്നെ പുതിയതായിട്ട് കർത്താവ് രൂപാന്തരപ്പെടുത്തി. ഇന്ന് മുന്നേ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന കണ്ടോ, അതൊരു വലിയ സന്തോഷം. നിങ്ങളുടെ മുൻപിൽ ഇങ്ങനൊരു ചെറിയൊരു വചനമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയതാണ് എന്നെ. ദൈവത്തിന് നേരിട്ട് വന്നൊന്നും പറയാൻ ഒക്കത്തില്ല സഹോദരന്മാർ. ദൈവം ഓരോ തെരഞ്ഞെടുക്കുകയാണ്, ഓരോരുത്തരും തെരഞ്ഞെടുക്കുകയാണ്. 12 ശിഷ്യന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തു. അവരെ അയച്ച പോലെ ദൈവം നമ്മെ ഓരോരുത്തരും തെരഞ്ഞെടുക്കുകയാണ് ദൈവത്തിന് വേല ചെയ്യുവാൻ. ദൈവത്തിന്റെ വേല നമ്മൾ ചെയ്യാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവവചനം ഇപ്രകാരം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രിയ സഹോദരന്മാരെ, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യ ധരിച്ചുകൊള്ളണം. അപ്പൊ ഈ നീതി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ നീതിയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് വാഴുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8:1 പറയുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. നാം എന്തിനാണ് ഭയക്കുന്നത്? നമുക്കൊന്നും വരത്തില്ലെന്ന്. നമ്മുടെ നേരെ ഒരു അർത്ഥവും വരത്തില്ല, ഒരു ബാധയും നമ്മുടെ അടിക്ക് വരത്തില്ലെന്ന് ദൈവവചനം പറയുന്നു. നാം ഭയപ്പെടണ്ട. അതാ പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ള ശിക്ഷാവിധി ഇല്ല. നമ്മുടെ ശിക്ഷാവിധികൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയ കാൽവരി കൃഷി. ഒരു കണ്ണും കണ്ടില്ല, ഒരു കാതും കേട്ടില്ല, ഒരു മനുഷ്യന് ഹൃദയം തോന്നാത്ത കാര്യമാണ് അന്ന് അവിടെ നടന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ്. നമ്മൾ ചിന്തിച്ചിട്ടില്ല, നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മളൊക്കെ പോയി മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് നമ്മുടെ സാക്ഷ്യങ്ങളും ഇങ്ങനെ വചനങ്ങളും പറയുമ്പോൾ അവർ പറയും, യഥാർത്ഥത്തിൽ ക്രിസ്തു ഉണ്ട്, യേശു ഉണ്ട്. ഞങ്ങൾ കണ്ടതും കേട്ടതും രുചിച്ചുമായ കാര്യങ്ങൾ പറയുന്നു. ഞാൻ അനുഭവിച്ച സ്നേഹമാണ് നിങ്ങൾ പറയുന്നത്. ഈ 10 വർഷമായിട്ട് അടങ്ങിയിരിക്കത്തില്ല, ഇരിക്കാൻ ഒക്കത്തില്ല. ചുമ്മാ തിരുന്നാലും ഇങ്ങനെ കർത്താവ് ഉള്ളിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രിയ സഹോദരന്മാരെ, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ എല്ലാവരും അന്യോന്യം ആശ്വസിപ്പിച്ച് സമ്മാനിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.